ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്നു മുതൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ഒറ്റവരി പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാമോ? രാവിലെ ഉണരുമ്പോൾ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും. മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാതെ വിഷമിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സുഖനിദ്ര ലഭിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഏതാനും വചനങ്ങൾ കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ആ വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കൂ. ഉറക്കമില്ലാതെ വിഷമിച്ച ഒരാളോട് ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാനായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തത് പ്രകാരം പിറ്റേ ദിവസം മുതൽ നല്ല ഉറക്കം ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. വചനം ശക്തിദായകമാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വേഗം അതിന് ഉത്തരം ലഭിക്കും. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കേണ്ട ആ അത്ഭുത പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ആദ്യമൊന്ന് പറയാം. പകലിൻ്റെ ഭാരങ്ങളും അധ്വാനങ്ങളും കഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങാനായി കിടക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലോ ഒക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ. കിടക്കാൻ പോകുന്നതിനു മുമ്പ് പല പ്രാർത്ഥനകളും ഇതിനകം ചൊല്ലിയിട്ടുമുണ്ടാകും. എന്നാൽ ഈ പ്രാർത്ഥന ഇതുവരെ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ചൊല്ലി നോക്കൂ. അത്ഭുതകരമായ സമാധാനവും സന്തോഷവും ഉള്ളിൽ നിറയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ആ പ്രാർത്ഥന ഏതാണെന്നല്ലേ? നൂറ്റാണ്ടുകളായി പലരും പ്രാർത്ഥിച്ചിട്ടുള്ള ആ പ്രാർത്ഥന കുരിശിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അതെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡകൾ സഹിച്ച് കുരിശിൽ കിടന്ന് മരിക്കും നേരത്ത് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് നാം രാത്രിയിൽ ഉറങ്ങാൻ പോകും മുമ്പ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏതൊരാൾക്കും വളരെ എളുപ്പം ചൊല്ലാൻ കഴിയുന്ന പ്രാർത്ഥനയാണിത്. പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണിത്. ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും നാം തിരിച്ചറിയുന്ന ഏറ്റുപറയുന്ന പ്രാർത്ഥന കൂടിയാണിത്. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ ഈ പ്രാർത്ഥന എല്ലാ രാത്രിയിലും ചൊല്ലാറുണ്ടായിരുന്നുവത്രേ. സഭയുടെ മുഴുവൻ ഉത്തരവാദിത്വവും തൻ്റെ ചുമലിലാണെന്ന് തിരിച്ചറിവുണ്ടായിരുന്ന അദ്ദേഹം ആ ഭാരങ്ങൾ സ്വയം ചുമന്ന് നടന്നില്ല, പകരം ദൈവത്തിനു കൊടുത്തു. എല്ലാ ആകുലതകൾക്കും അപ്പുറം അദ്ദേഹം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നുവത്രേ: ഇത് നിന്റെ സഭയാണ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളൊക്കെ നാളെക്കുറിച്ച് ഓർത്തും മക്കളെക്കുറിച്ച് ഓർത്തും ഒക്കെ ഒരുപാട് അസ്വസ്ഥപ്പെടാറുണ്ട്. ഒന്നും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവയെല്ലാം സമർപ്പിച്ച്, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ഇന്നു മുതൽ ഉറങ്ങാനായി പോകും. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാനായിട്ട് പറ്റും. മാർപ്പാപ്പ വരെ പ്രാർത്ഥിച്ചിരുന്ന ഈ കൊച്ചു പ്രാർത്ഥന നമുക്കും എന്തുകൊണ്ട് ഇന്നു മുതൽ ചൊല്ലിക്കൂടാ? ഇനി നല്ല ഉറക്കം ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരൊക്കെ കേട്ടോളൂ. ആധുനിക മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഉറക്കമില്ലായ്മ തന്നെയാണ്. ഇന്നവന് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. വലിയ വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, കാറുണ്ട്, ജീവിത പങ്കാളി, മക്കൾ, എല്ലാം. പക്ഷേ അവൻ ഏതൊക്കെയോ കാരണങ്ങളാൽ ഉറക്കം നഷ്ടമായിരിക്കുന്നു. വ്യക്തിപരമായ പല കാരണങ്ങളും അതിനുണ്ടാവാം. അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആകുലതകളാണ്. വിദ്വേഷവും വെറുപ്പുമാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള വിസ്മരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുടെ ഓർമ്മകളാണ്. ഇവയെ താലോലിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല. അതുപോലെ ദൈവത്തിൽ ശരണം തേടാത്തവർക്കും ഉറങ്ങാൻ കഴിയില്ല. ഇത്തരക്കാർക്കെല്ലാം പ്രയോജനകരമായ കാര്യമാണ് വചനം പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വചനം വിശ്വാസത്തോടെ പറഞ്ഞ് ഉറങ്ങാനായിട്ട് കിടക്കുക. ദൈവം നമ്മുടെ കണ്ണുകളെ സ്നേഹത്തോടെ തലോടി ഉറക്കും. മാലാഖമാർ നമുക്ക് താരാട്ടുപാട്ടുമായി കൂടെയിരിക്കും. വചനങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്തോളുക. ഇത്തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 അധ്യായം 2 തിരുവചനം: തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകും. ഈ വചനം നിങ്ങൾ 2, 3 അതിൽ കൂടുതൽ തവണയോ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊരു വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 6,
മുതൽ 7 വരെയുള്ള 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ വചനവും 2-3 തവണയോ അതിൽ കൂടുതലോ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊരു വചനം യോഹന്നാൻ്റെ പുസ്തകം 14-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. മറ്റൊരു വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനം. നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വചനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് ദിവസവും അത് കിടക്കുന്നതിന് മുമ്പായി പല ആവർത്തി ഉരുവിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നെറ്റിയിൽ കുരിശു വരച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങൂ. നിങ്ങൾക്ക് നല്ല സുഖനിദ്ര നൽകി ദൈവം അനുഗ്രഹിക്കും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.